വ്യൂവേഴ്സ്, നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ +2 ഓണം എക്സാമിന്റെ ടൈം ടേബിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ടൈം ടേബിൾ റിലീസ് ചെയ്ത കാര്യം നമ്മൾ ഓൾറെഡി ഒരു ഷോർട്സിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ടേബിൾ കിട്ടി, ടൈം ടേബിൾ പ്രകാരമാണ് ഒരു എക്സാം നടക്കുക, സ്കൂളാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിലും ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ പഠിക്കണം, എവിടെ വരെ പഠിക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് ഇപ്പോൾ സ്കൂൾ നടത്തുകയാണെങ്കിലും ഒരു ഓണ പരീക്ഷയുള്ളപ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരെ പഠിക്കണം എന്നുള്ള ഒരു സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസ് പറഞ്ഞു തരാനാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 18-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെയാണ് നമ്മുടെ എക്സാം നടത്തുന്നത്. അതിൽ സയൻസ് കുട്ടികൾക്ക് എക്സാം വരുന്നത് 18-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി, 22-ാം തീയതി, അതുപോലെ 27-ാം തീയതിയാണ്. യെസ്, അപ്പോൾ 27-ാം തീയതിയോടെ സയൻസുകാരുടെ എക്സാം എന്തായാലും കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ വിഷയത്തിലും എത്ര ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്കൂളിൽ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട. സ്കൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇടുക എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എവിടെ വരെ പഠിപ്പിച്ചിട്ടുണ്ടോ അതുവരെയുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. എന്നാലും ഷെഡ്യൂൾ പ്രകാരം ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ബയോളജി ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം ബയോളജിയുടെ കാര്യം പറയാം. ബോട്ടണിയിൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ഇല്ല. അതിൽ നിങ്ങൾക്ക് കോമ്പറ്റന്റ് ഹോസ്റ്റ് വരെ ആയിരിക്കും പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കാം. സുവോളജിയുടെ കാര്യം ഞാൻ പറയാം. ഓക്കെ, സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്റർ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറന്റ് ഇലക്ട്രിസിറ്റി, പിന്നെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ഫിസിക്സിൽ ഉണ്ടായിരിക്കാം. കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, അതുപോലെ D&F ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മാത്സിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, മാട്രിസസ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇത്രയായിരിക്കും മാത്സിൽ ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം. കമ്പ്യൂട്ടർ സയൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സ്, കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ വെബ് ടെക്നോളജി. യെസ്, ഇനി ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൻ, മാച്ച് ബോക്സ്, ഹോരഗല്ലു, മെൻഡിങ് വാൾ, അമിഗോ ബ്രദേഴ്സ്, ദി അവർ ഓഫ് ട്രൂത്ത്. കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്നാലും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കുറച്ച് അങ്ങനെയാണല്ലോ പൊതുവെ ഒരു രീതി, അതായതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ചാപ്റ്റേഴ്സ് ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് മലയാളത്തിന്റെ കാര്യം കൂടി മലയാളം കൂടിയാണ്. മലയാളത്തിൽ നിങ്ങൾക്ക് 2 യൂണിറ്റുകൾ. അതിൽ ആദ്യത്തെ യൂണിറ്റ് എഴുത്തകം എന്ന് പറയുന്ന യൂണിറ്റിൽ കണ്ണാടി കൺമേളവും എന്ന് പറയുന്നതും, പ്രകാശം ജലം പോലെയാണ്, കിരാതവൃത്തം, അവകാശങ്ങളുടെ പ്രശ്നം. ഇനി രണ്ടാമത്തെ യൂണിറ്റ്, അതായത് തനതിടം എന്ന് പറയുന്ന യൂണിറ്റിലെ കേശിനി മൊഴി, അതുപോലെ തന്നെ അഗ്നിവർണ്ണന്റെ കാലുകൾ, ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും മലയാളത്തിൽ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഇവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, പെട്ടെന്ന് ഇത്ര ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കുമെന്ന്. കാരണം കുറെ ആളുകളൊക്കെ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവും, കുറെ ആൾക്കാർ അത്രയധികം പഠിച്ചെത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിൽ 1 ഷോട്ട് സീരീസ് എല്ലാ ചാപ്റ്റേഴ്സിന്റെ തന്നെ ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പൊ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ ആരെങ്കിലും ഇനി കാണാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ആ 1 ഷോട്ട് സീരീസിന്റെ ലൈവ് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അത് കൂടാണ്ട് പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിൽ നമ്മൾ ഇവർക്കൊരു റിവിഷൻ പ്ലാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം. കാരണം ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ. 18-ാം തീയതി എന്ന് പറയുമ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 2 ആഴ്ച സമയം എന്ന് പറയാം. അപ്പൊ 2 ആഴ്ചയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പഠിക്കാനുള്ളവരുണ്ടാവും. അതെ, അപ്പൊ അത് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കുറെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റിയുള്ള നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ തരാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സാമെങ്കിൽ പോലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ടോപ്പിക്സും എല്ലാം അനലൈസ് ചെയ്ത് കറക്റ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു റിവിഷൻ പ്ലാനും ആ ഓരോ റിവിഷൻസിന്റെ ചാപ്റ്റേഴ്സും ഡീൽ ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാം. ഞങ്ങൾ റെഡിയാണ്, നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൃത്യം ലൈവിന്റെ സമയമാകുമ്പോൾ നേരെ ക്ലാസ്സിലേക്ക് വരിക, അടിപൊളിയായിട്ട് ചാപ്റ്റേഴ്സും പോർഷൻസ് ഒക്കെ പഠിക്കുക. അത്രയും ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച്
ഫുൾ മാർക്ക് എല്ലാ സബ്ജക്ട്സിനും സ്കോർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞില്ല, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. കാരണം എല്ലാവരും ഈ ഒരു കൺഫ്യൂഷനിലായിരിക്കും, എത്ര വരെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായി പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറക്കണ്ട. സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ബൈ.